നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണ് എന്ന് ആദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള പത്തനംതിട്ടയിൽ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി ആ വീട്ടുകാരെ സധൈര്യം അറിയിച്ച ഒരു യുവതിയാണ് വീണാമണി. അത്ര തൻ്റെ ഇടം മറ്റാർക്കും കാണില്ല. കാരണം കണ്ണൂരിലെ CPM ഗുണ്ടാ മാഫിയകളുടെ ഇടയിലൂടെയാണ് അവർ രാത്രിക്ക് രാത്രി യാത്ര ചെയ്ത് എവിടെ എത്തുന്നത്? പത്തനംതിട്ടയിലെത്തുന്നത്. പക്ഷേ വീട്ടുകാർക്ക് ആ സമയത്ത് അപ്പുറത്തെ ട്രോമ കാരണം ഇതൊന്നും ചെവി കൊള്ളാൻ കഴിഞ്ഞില്ല. മാത്രമല്ല MV ജയരാജൻ കണ്ണൂരിൽ നിന്ന് കൂടെ പുറപ്പെട്ട് പത്തനംതിട്ടയിൽ ആ വീട്ടിലെത്തി, മലയാളപ്പുഴയിൽ എത്തി. എല്ലാം ഞങ്ങളുണ്ട് കൂടെ, കൃത്യമായി പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്, കൃത്യമായി ഇൻക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്, കൃത്യമായി എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്, നീ കത്തിച്ചോ എന്ന് പറഞ്ഞിട്ട് ബോഡി കത്തിച്ചു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി വീണാമണി വീണ്ടും എത്തിയിരിക്കുകയാണ്. നമസ്കാരം വീണാമണി. അതായത് വീണാമണി കാണിച്ച ധൈര്യം, തൻ്റെ ഇടം, അത് ഒരു കുട്ടിയും കാണിക്കാത്ത തൻ്റെ ഇടമാണ്. ഒരു യുവതിയായ വീണാമണി ഒരു കൊലപാതകമാണ്, അത് ആത്മഹത്യയല്ല, പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഹൈക്കോടതി വിധി വന്ന ശേഷം ഗീതയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ലാൻഡ് റവന്യൂ കമ്മീഷണർ ഗീതയുടെ IASന്റെ. എന്താണ് വീണാമണിക്ക് പറയാനുള്ളത്? നമസ്തേ. ഗീത മേഡം 4 മാസം മുമ്പ്, അതായത് ഈ നമ്മുടെ ADM സാറിനെ കൊലപാതകം ചെയ്ത സമയത്ത് തന്നെ ഇതെങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് മന്ത്രി രാജൻ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായിട്ട് സത്യസന്ധമായിട്ടും നല്ല രീതിയിൽ ആ റിപ്പോർട്ട് മന്ത്രി രാജൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതായിരുന്നു. പക്ഷേ അത് പൂർത്തി വെച്ചുകൊണ്ട് ഗീതാ മേഡത്തിൻ്റെ റിപ്പോർട്ട് പുറലോകം കാണിക്കാത്ത രീതിയിലായിരുന്നു ഇത്രയും മാസം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും ഇവിടുത്തെ ക്രൈമിൻ്റെ ഓഫീസിലെ ചീഫ് എഡിറ്ററായ നന്ദഗോപാൽ സാറും തമ്മിലുള്ള ഒരു റിപ്പോർട്ട് ഈ ഗീതാ മേഡത്തിൻ്റെയും കണ്ണൂരിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്ടറുടെ അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അവിടെ നടത്തിയ നാടകങ്ങളൊക്കെ ഒരു വീഡിയോസ് കൊടുത്തതിന് ശേഷം പിന്നെ ഹൈക്കോടതിയിലുണ്ടായ അവസ്ഥകൾ സത്യസന്ധമല്ലാത്ത രീതിയിലുള്ള എല്ലാം മറച്ചു വെച്ചുകൊണ്ടുണ്ടാക്കിയ നാടകങ്ങളും CBI വരണ്ട എന്ന് പറയുന്ന ഒരു നിയമം അവിടെ എത്തുകയും ചെയ്തപ്പോൾ ജനങ്ങളെ തന്നെ പൊട്ടന്മാരാക്കിയ ഒരവസ്ഥ പാർട്ടി ചെയ്തപ്പോൾ ഇപ്പം ഇതിനെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നമ്മുടെ ഗീതാ മേഡത്തിൻ്റെ സത്യസന്ധമായ റിപ്പോർട്ട് ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു. പക്ഷേ ഹൈക്കോടതിയിൽ പോലീസ് ഗീതാ മേഡത്തിൻ്റെ റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ ഇതെന്തിനാണ് പൂഴ്ത്തിവെച്ചത് ജനങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ കൊലപാതകം നടത്തിയിട്ട് ബോഡി പെട്ടെന്ന് പോയിട്ട് കത്തിച്ചത് NV ജയരാജൻ്റെ ദൗത്യം ആരേൽപ്പിച്ചതാണ്. അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ നമ്മുടെ പെട്രോൾ പമ്പ് ആരുടെ പേരിലാണ്, ഇതൊക്കെ നിങ്ങളൊന്ന് രഹസ്യാന്വേഷണം നടത്തുമ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അണികൾ ആരാണ്, ആ കൊലപാതകത്തിൻ്റെ സൂത്രധാരൻ ആരൊക്കെ ആയിരുന്നു. അതായത് വീണാമണി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, മുനീശ്വരൻ കോവിലിൽ വെച്ച് നവീൻ ബാബു അവിടെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ അവിടെ പോയി, മുനീശ്വരൻ കോവിൽ ഞാൻ പോയി, അവിടുന്ന് ചുറ്റി റെയിൽവേ സ്റ്റേഷൻ വരെ പോയി. ചുറ്റിയപ്പോൾ ഒരു കാരണവശാലും അവിടെ നവീൻ ബാബു ഇറങ്ങാനുള്ള യാതൊരു സാധ്യതയോ അല്ലെങ്കിൽ ഗുണ്ടാകൾ അവിടെ വന്നിട്ട് തട്ടിക്കൊണ്ടാനുള്ള സാധ്യതയോ ഉണ്ടായിരുന്നില്ല. അവിടെ ഇറങ്ങി ഓട്ടോറിക്ഷ വിളിച്ചോ എന്നാണ് പറയുന്നത്. ശുദ്ധ അസംബന്ധമാണെന്ന് പറയാൻ കാരണം അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ പോലീസ് അവിടെ കാവലുണ്ട്. ട്രാഫിക് പോലീസ് അവിടെ എപ്പോഴുള്ള സ്ഥലമാണ്. ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒഴുകുന്നൊരു സ്ഥലമാണ്. CCTV ക്യാമറ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനത് പഠിക്കാം. മുനീശ്വരൻ കോവ് വഴിയുള്ള വഴികളെല്ലാം പഠിച്ചു. റെയിൽവേ സ്റ്റേഷൻ വഴി വീണ്ടും ചുറ്റി, ഈ സിവിൽ സ്റ്റേഷൻ തുടങ്ങി ഇങ്ങോട്ട് വീണ്ടും ചുറ്റി. ഞാൻ കൃത്യമായി പഠിച്ച കാര്യം അങ്ങനെ അവിടേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്ന വീണാമണിയെ പറഞ്ഞ കാര്യം 100% സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോടതിയിൽ അവിടുത്തെ ക്യാമറ, മുനീശ്വരൻ കോവിലിൻ്റെ അടുത്ത ക്യാമറകളും കളക്ട്രേറ്റിലെ ക്യാമറകളും ADM താമസിച്ചിരുന്ന സ്ഥലത്തെ ക്യാമറകളും പരിശോധിച്ച പ്രശാന്ത് ബയ്യെ തന്നെ ആ ADM സാറ് താമസിക്കുന്ന സ്ഥലത്ത് പിന്തുടരുന്ന ഒരവസ്ഥയുള്ള വീഡിയോസ് അടുത്ത് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു നാടകം എന്ന് വിചാരിച്ചാൽ ഇവിടുത്തെ ക്യാമറകൾ ഒരിക്കലും ഈ കളക്ട്രേറ്റിൽ നടന്ന ഗൂഢമായിട്ട് നടന്ന തന്ത്രങ്ങളുടെ നാടകങ്ങളും അതിൻ്റെ ക്യാമറകൾ ഒരിക്കലും വീഡിയോസ് കൊടുക്കില്ല അവിടുത്തെ നിയമപാലകർ. അതുപോലെ തന്നെ ഈ സാറിപ്പം പറഞ്ഞ മുനീശ്വരൻ കോവിലിൻ്റെ അടുത്ത് അതേ സ്ഥാനത്ത് ഇപ്പോൾ SP ഓഫീസിൻ്റെ ഇതിലെ കൂടിയുള്ള ക്യാമറകൾ നോക്കുമ്പോൾ നവീൻ ബാബു സാറിനെ എങ്ങനെ കൊണ്ടുപോയി അതിൻ്റെ യഥാർത്ഥ സത്യം അവിടുന്ന് പള്ളിക്കുന്ന് വരെയുള്ളത് അവിടുത്തെ ക്യാമറ നോക്കിയാൽ ഈ മനുഷ്യനെ പീഡിപ്പിക്കുന്നതും കൊലപാതകം ചെയ്യുന്ന എല്ലാം കിട്ടുകയും ചെയ്യും. ഏറ്റവും പ്രധാന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ 6 മണിയോട് കൂടിയിട്ട് രത്നകുമാർ എന്ന് പറയുന്ന ACP, പിന്നെ കലക്ടറുടെ പ്രധാനപ്പെട്ട ആരൊക്കെയോ ആളുകൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ ADM മരിച്ച സ്ഥലത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് 9:30 മണിക്കാണ് FIR ഇട്ടത്, 9:30ക്കാണ് FIR ഇട്ടത്. കഴിഞ്ഞ ആഴ്ച അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞപ്പം എനിക്ക് അത്ര മനസ്സിലായില്ലായിരുന്നു. രാംകുമാർ സാർ പറഞ്ഞത് കറക്റ്റായിരുന്നു. 6 മണിക്ക് വരെ എത്തിയിട്ടും എന്തുകൊണ്ടാണ് 9:30 മണിക്ക് അവിടെ FIR ഇടാൻ കാരണം? അതിൻ്റെ അത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗ് എവിടെ, ഇദ്ദേഹം സൂക്ഷിച്ചുള്ള ഫയലുകൾ എവിടെ, ഇദ്ദേഹത്തിന് എവിടുന്ന് താക്കോൽ രണ്ടാമത് കിട്ടി? ഒരിക്കൽ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് താക്കോൽ കിട്ടില്ല. അദ്ദേഹം പോകാനായിട്ട് എല്ലാം ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എഴുതി ഒപ്പിട്ട് താക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന മാതിരിയല്ല, ഇത് ഗവൺമെൻറ് സ്ഥലമാണ്. ആ താക്കോൽ തിരിച്ച് കിട്ടില്ല. ആ താക്കോൽ ഇവിടുന്ന് കിട്ടി, ആര് കൊണ്ടുവന്നു? ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ ഷംസുദ്ദീൻ നുണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഷംസുദ്ദീൻ ഒരു പ്രധാന പ്രതി തന്നെയാണ്. അതുപോലെ തന്നെ കലക്ടറും ഒരു പ്രധാന പ്രതിയാണ്. അതുപോലെ തന്നെ ഡോക്ടർ, ഈ മൂന്ന് പേരും പ്രധാനപ്പെട്ട ആളും ദിവ്യയുടെ ഭർത്താവും അതിൻ്റെ അകത്ത് പ്രധാന പങ്കുണ്ട്. അതുപോലെ തന്നെ അവിടെ ഈ പ്രശാന്തു, 5 പേര് അറിയാണ്ട് ഈ കൊലപാതകം നടത്തിയിട്ടില്ല. 5 പേരുടെ ഒപ്പം ഈ ശശി എന്ന് പറഞ്ഞ വ്യക്തിയും ഗോവിന്ദമാഷ മോനും അതുപോലെ തന്നെ അവരുടെ ശ്യാമള, ഇവരെല്ലാം ചേർന്നിട്ട് NV ജയരാജൻ അടക്കം ചേർന്ന് നടത്തിയ കൊലപാതകം ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകണുള്ളൂ. നമ്മുടെ ന്യൂസ് റിപ്പോർട്ടർ ഐശ്വര്യ ആ പ്രദേശങ്ങളിൽ പോവുകയും എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലോബി എന്താണ്, പോയി വീണാമണി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പരിശോധന നടത്താൻ പോയപ്പോൾ അവർ ശ്രീകണ്ഠാപുരത്ത് ഈ ചെങ്കൽക്കോറി മാഫിയ മാത്രമല്ല പാറമട മാഫിയ, നമ്മൾ ചിന്തിക്കുന്ന ചെറിയ സംഭവമൊന്നുമല്ല, കോടാനുകോടി രൂപയുടെ ചെങ്കൽക്കോറികളും അതേപോലെ പാറമട കോറികളുമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ എല്ലാം അനധികൃതമാണ്. 24 സെൻറ്റിലാണ് ചെങ്കൽക്കോറി പ്രവർത്തിക്കാൻ പാടുള്ളൂ. പാറമട ലോബി അതേപോലെ തന്നെ നിയമപരമായിട്ട്. പക്ഷേ അവരെവിടെയെങ്കിലും ലൈസൻസ് എടുക്കും. ഗവൺമെൻറ് സ്ഥലങ്ങളിലാണ് ഈ പാറ പൊട്ടിക്കുന്ന ചെങ്കൽക്കോറികൾ നടത്തുന്നതും. ഇതൊക്കെ ഇതിൻ്റെ എല്ലാ രേഖകളും ആരെടുത്തുണ്ട്? ഇതിൻ്റെയൊക്കെ വ്യാജരേഖ ഉണ്ടാക്കി പട്ടയമുണ്ടാക്കി അവിടെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് CPMൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് ഐശ്വര്യയ്ക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം റിപ്പോർട്ട് ചെയ്ത് MV ഗോവിന്ദൻ്റെ മകൻ ശ്യാമിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഇൻവോൾവ് ചെയ്ത ആളാണ്. നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള കണ്ണികളാണുള്ളത്. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ്റെ ഭാര്യ ഈ പറയുന്ന ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ എത്തിയത്. അല്ലെ, ഒരു കാരണവശാലും അവിടെ ആന്തൂർ മുനിസിപ്പാലിറ്റി മുൻ ചെയർപേഴ്സണായ സാജൻ്റെ കൊലപാതകത്തിന് കാരണക്കാരിയായ ശ്യാമള അവിടെ എത്തില്ല. അപ്പം നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള വലിയ മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട്. മാത്രമല്ല, ഞങ്ങൾ അവിടെ ഐശ്വര്യ സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ സ്ഥലം സന്ദർശിച്ചു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള ഈ ഇതുണ്ടല്ലോ അമ്പലം, രാജരാജേശ്വരി ടെമ്പിളിൻ്റെ അതിലില്ലാത്തത്ര സ്വത്തുണ്ട്. ഇതെല്ലാം വ്യാജരേഖകൾ ഉപയോഗിച്ച് ഇവർ തട്ടിയെടുത്തിരിക്കുകയാണ്. വ്യാജരേഖകൾ ഉപയോഗിച്ച് ഇവർ തട്ടിയെടുത്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഒക്കെ അതായത് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, തൃച്ചംബര ക്ഷേത്രം, വൈദ്യനാഥ ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ ഇപ്പം ഈ CPMൻ്റെ കുറേ ഗുണ്ട മാഫിയൻ്റെ കയ്യിലാണുള്ളത്. അതുപോലെ കല്യാട് എന്ന സ്ഥലത്ത്, ഊരത്തൂർ എന്ന സ്ഥലത്തൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് ചെങ്കൽ ഖനനം നടക്കുന്നത്.
അതുപോലെ തന്നെ ഇരിക്കൂറിൻ്റെ മേഖലകൾ, കുയിലൂരിൻ്റെ മേഖലകളുമായി ബന്ധപ്പെട്ട് പടിയൂർ പഞ്ചായത്തിൻ്റെയൊക്കെ മേഖലകളിലാണ് ഈ ക്വാറ ഖനനം നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ CPMൻ്റെ ഏരിയ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി ഇവരുടെ കയ്യിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഈ മുതലാളിമാരായിട്ടുള്ള ഇവർ ഗവൺമെൻറ്റിൻ്റെ സ്ഥലം തന്നെയാണ് ഇത് പിടിച്ചെടുത്തിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് രേഖയിൽ ഇവർ നികുതിയൊക്കെ മുറിച്ച് ഇങ്ങനെ ചെയ്തു വെച്ച്, അതൊക്കെ എല്ലാ സത്യങ്ങളും ഭൂമി സംബന്ധമായ സത്യങ്ങൾ ഇവിടെ എവിഡൻസ് മുഴുവൻ നവീൻ ബാബു സാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നവീൻ ബാബു സാറിനെ കൊലപാതകം നടത്തി കൊന്നുകെട്ടി തൂക്കിയിട്ട് ഒരു തൂങ്ങിമരണമാക്കി മാറ്റുന്ന ഒരു രീതിയാണ് അന്ന് നടന്നത്. ഇപ്പോഴും അത് അവരങ്ങനെ തന്നെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ CPIൻ്റെ സുരേഷ് ഏട്ടൻ കൂത്തുപറമ്പ്, അയാൾ നല്ലൊരു പ്രഭാഷകനായിരുന്നു. അയാൾ പറഞ്ഞത് ദിവ്യ നല്ല മന്ത്രിയാവാൻ പറ്റുന്ന ഒരാളായിരുന്നു, നവീൻ ബാബുവിനെ ഒന്നിനും കൊള്ളൂല എന്നുള്ള രീതിയിലാണ് സാറിനെ പറ്റി പറയുന്നത്. അപ്പോൾ അവിടെ ഈ സുരേഷ് ഏട്ടനെ കൊണ്ട് പറയിപ്പിച്ചു, ആരോ പൈസ കൊടുത്തിട്ട് എങ്ങനെയോ പറയിപ്പിച്ച ഒരു നാടകമുണ്ട്. എന്ത് ഈ ആൾ തൂങ്ങി മരിച്ചതാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു സംഭാഷണം അവിടെ ഉണ്ടായത്. ദിവ്യനെ കുറച്ച് പൊന്തിച്ച് വെച്ചു. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ കുറച്ച് ആൾക്കാരെ ഈ രഹസ്യാന്വേഷണം നടത്തുന്നതിൻ്റെ കൂടെ ഡോക്യുമെൻറ്റ്സ്, ഭൂമി സംബന്ധമായ ഡോക്യുമെൻറ്റ്സ് ED ഒക്കെ വന്നിട്ട് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. ചങ്ങളായി പഞ്ചായത്തിൻ്റെ ഇവിടെ എന്താണ് പെട്രോൾ പമ്പ് ആരുടെ പേരിലാണ്, പ്രശാന്ത് ഇത്ര പൈസ കൊടുത്തു, 98,500 രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ടും ഇനിയും അറസ്റ്റ് ചെയ്തില്ല. അപ്പം ആ പ്രശാന്ത് നാർക്കോ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് NV ജയരാജ് തന്നെ പറയുന്ന ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് ഉണ്ടായിട്ടും ഒരാൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അയാളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രശാന്ത് നല്ല ക്ലിയറായിട്ട് അങ്ങനെ ചെയ്തില്ല, ADM വാങ്ങിയില്ല പൈസ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കൊലപാതകം കൂട്ടുപ്രതിയായിട്ട് ഈ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ജനങ്ങൾ പൊട്ടന്മാരായതുകൊണ്ട്. അല്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിച്ച് അയാളെ അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടതല്ലേ? ED വന്നിട്ട് ഈ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് കേസ് ആരുടെ കയ്യിലാണ് സർക്കാരിൻ്റെ ഭൂമി ഇപ്പോൾ ഉള്ളത് എന്ന് അന്വേഷിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള ചുരുളുകൾ ഒഴയെ അഴിയും. അപ്പോൾ സാറ് ഇപ്പം ഐശ്വര്യ പോയ സ്ഥലങ്ങൾ പാറമടയും ചെങ്കൽ ഖനനം നടത്തുന്ന സ്ഥലമൊക്കെ ഇതൊന്നും ലൈസൻസും ഇല്ല. ലൈസൻസൊന്നും ഇല്ലാതെയാണ് അവിടെ മിഷൻ കൊണ്ടുവന്നിട്ട് ഇത് പ്രവർത്തിക്കുന്നത്. 500 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ യാതൊരു ഖനനവും പാടില്ല എന്നിരിക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് ഉണ്ടാവുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ദിവ്യ മാത്രമല്ല, കണ്ണൂരിലെ CPMൻ്റെ സമുന്നതരായ നേതാക്കന്മാരുണ്ട്, അവരുടെ ബിനാമികളുണ്ട്. അവർ നടത്തിയിരിക്കുന്നത് കോടാനുകോടി രൂപയുടെ ചെങ്കൽ കോറി ഖനനവും അതേപോലെ പാറമട ലോബിയും മണൽ വാരലും മാത്രമല്ല ഗവൺമെൻറ് ഭൂമിയും ദേവസ്വം ഭൂമിയും സ്വന്തമാക്കലും അടക്കമുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കലും, അങ്ങനെ ആ വലിയ ലോബി അതിൻ്റെ എല്ലാം രേഖകൾ ഈ ADM നവീൻ ബാബുവിൻ്റെ കൈവശമുണ്ടായിരുന്നു. അതൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട് അയാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് വളരെ ആസൂത്രിതമായി കൃത്യമായി പ്ലാൻ ചെയ്തൊരു കൊലപാതകമാണ്. അതിൻ്റെ പാപക്കറയിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ലോബിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഒരാൾക്കും, പ്രധാനപ്പെട്ട ഒരാൾക്കും. അണികൾക്കൊന്നും അറിയില്ല, പൊട്ടന്മാരായതുകൊണ്ട് ഇതൊക്കെ വിശ്വസിച്ചടക്കണം. പാർട്ടി പറയുന്നത് ഇപ്പം പാർട്ടി സമ്മേളനം കഴിഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിലാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഞങ്ങളെ ന്യൂസ് എഡിറ്റർ ഐശ്വര്യ ഉണ്ണി പോയി ആ ഏരിയയിൽ പോയി അന്വേഷണം നടത്തി തെളിവുകൾ സഹിതം അവിടെ പോയി പാറമടയുടെ മുകളിൽ കയറി, പാറമട നടക്കുന്ന സ്ഥലത്ത് പാറമടയിൽ കയറി കൃത്യമായി റിപ്പോർട്ട്, അനധികൃത പാറമടകളെക്കുറിച്ച് കൃത്യമായുള്ള റിപ്പോർട്ട് അവർ ക്രൈമിലെത്തിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും. അതിൻ്റെ പിന്നിലെല്ലാം തന്നെ ഈ ലോബിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ലോബിയെക്കുറിച്ചുള്ള സകല വിവരങ്ങളും കൈവശമുള്ളത് കൊണ്ടാണ് ADM നവീൻ ബാബുവിനെ കൊന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൻ്റെ അടുക്ക ചെങ്കൽ ഖനനം നടക്കുന്നുണ്ടെങ്കിലോ പാറ മാഫിയകളുടെ ഖനനം നടക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരിട്ടിട്ട് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്താൽ അത് നിർത്തിവെക്കും. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് യാതൊരു വിധ ലൈസൻസും ഇല്ല. ലൈസൻസ് പോയിട്ട് ആ പ്രദേശം അവരുടെ കയ്യിലല്ല, അവരുടെ സ്ഥലമല്ല. ആരാണ്? ഗവൺമെൻറ് സ്ഥലം, ദേവസ്വം ബോർഡിൻ്റെ സ്ഥലം, ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പൊക്കെ ഒരു സ്വന്തമായി ഖനനം ചെയ്യണം. ആരോടും ചോദിക്കാനും പറയാനില്ല. ഇരിക്കൂർ ശ്രീകണ്ഠാപുരം പടിയൂരിന്റെ സ്ഥലങ്ങൾ മുഴുവനും ക്വാറ നടത്തിയിട്ട് മുഴുവനും ഇപ്പൊ എപ്പോഴാത് ഭൂമി പൊട്ടിപ്പോകുന്നു ഒന്നും പറയാൻ പറ്റില്ല. ഭയങ്കര മുകളിൽ താഴേക്ക് നോക്കിയ ഗർത്തം മാതിരിയാണ് പാറയൊക്കെ എടുത്തിരിക്കുന്നത്. ഒരു മല കംപ്ലീറ്റ് ചുറ്റുമായിട്ട് 4 കമ്പനികളാണ് പൊളിച്ചെടുക്കുന്നത്. അങ്ങനെ ആ പ്രദേശം തന്നെ അതിൻ്റെ ഭൂപ്രകൃതി തന്നെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്
സത്യം. എന്തായാലും നമുക്ക് ആ റിപ്പോർട്ടുകൾ ഉടനെ വരും. എന്തായാലും ഒരു കാര്യം ക്ലിയറായിട്ട് പറയാം, നവീൻ ബാബുവിനെ കൊന്നതാണ്. ഉറപ്പായിട്ടും നവീൻ ബാബു സാറിനെ കെട്ടിത്തൂക്കി മാത്രമല്ല കത്തിക്കാൻ വേണ്ടിയിട്ട് NV ജയരാജൻ പോയി പെട്ടെന്ന് ബോഡി കത്തിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ആ ഡോക്ടർ നാർക്കോ ടെസ്റ്റ് ചെയ്ത എല്ലാ സത്യവും ചുരുളഴിയും. അങ്ങനെയുള്ള ഡോക്ടറെ നാട്ടുകാർ അവിടെ വെക്കാൻ പാടില്ല. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ്റെ അപകടത്തിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് ആ ഡോക്ടറെ നിങ്ങൾ തന്നെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ട സംവിധാനം ഉണ്ടാക്കണം. അയാളെ കുറേ നാൾ മാറി നിന്നിട്ടുണ്ടായിരുന്നു. ഇത്തരം CPM പാർട്ടീൻ്റെ ഡോക്ടർമാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാരപ്രവൃത്തി ചെയ്യുന്ന ഡോക്ടർമാർ സമൂഹത്തിന് ആപത്താണ്. അവരെ നിങ്ങളാണ് നിലക്ക് നിർത്തേണ്ടത്. എന്തായാലും വീണാമണി പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ്. അത് അന്ന് ആ വീട്ടുകാർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നത് ഇതായിരുന്നില്ല നവീൻ ബാബുവിൻ്റെ കൊലപാതകങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും പോസ്റ്റ്മോർട്ടത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നത് ഇത് കൊലപാതകമാണെന്ന് തെളിയുമായിരുന്നു. അങ്ങനെ അതിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. അത് വലിയൊരു നഷ്ടമായിപ്പോയി എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.